സത്യം പറഞ്ഞ ചേച്ചീനെ നമ്മള് ഇന്റർവ്യൂസിലും ഒരുപാട് കോൺട്രവേഴ്സീസിലൂടെയാണ് ചേച്ചി നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. പക്ഷെ എനിക്കറിയുന്ന ശാരിക ചേച്ചി ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ് അല്ലേ? എന്റെ മുഖം നാണം പാടില്ല. അല്ല ശരിക്കും ഇപ്പൊ നമ്മളിപ്പം മൂവീസിന് ഓരോ ജോണർ ഉള്ള പോലെ ഇന്റർവ്യൂസിനും ഓരോ ജോണർ ഉണ്ട്. അല്ലെ? ഇപ്പം ഞാൻ കൂടുതലും കുറച്ചും കൂടെ ഫൺ അങ്ങനത്തെ ഒരു എന്റർടൈൻമെന്റ് ഇന്റർവ്യൂസ് ആണ് എടുക്കുന്നെങ്കിൽ ചേച്ചി കൂടുതൽ കുറച്ച് ഒരു കോൺട്രവേഴ്ഷ്യൽ അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് ആണ് എടുക്കുന്നത്. അപ്പൊ ആ ഒരു ക്യാരക്ടർ കണ്ടിട്ടാണ് പലരും ചേച്ചിനെ വിലയിരുത്തുന്നത് അല്ലേ? അതെ അതെ. എന്റെ ഇന്റർവ്യൂവിന്റെ എനിക്ക് കിട്ടിയ ഒരു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു മീഡിയ ഫീൽഡിലേക്ക് എനിക്ക് എന്റർടൈൻമെന്റ് വലിയ താല്പര്യമുള്ള ആളൊന്നും ആയിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ന്യൂസ് പേഴ്സൺ ആണ്. എനിക്ക് ന്യൂസ് ആണ് ഇഷ്ടം. സ്വന്തമായിട്ട് ചാനലുണ്ട്. ന്യൂസിലാണ് പുസ്തകങ്ങൾ വായിക്കുകയും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും സാമൂഹ്യപരമായിട്ടുള്ള കോൺട്രവേഴ്സീസും എടുത്ത് പ്രതികരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ അത് പറയുമ്പോൾ ഒരു കോടി ആൾക്കാർ എൻ്റെ മുമ്പിൽ വേണം. അതാണ് എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. അത് പറയാൻ കേൾക്കാൻ ചെവികൾ വേണം എന്നാണ്. നമുക്ക് മുഖമുള്ളപ്പോഴല്ലേ ആൾക്കാർ വരുള്ളൂ. പക്ഷെ എന്റർടൈൻമെന്റിലേക്ക് ഞാൻ ഇതുപോലുള്ള ഹോട്ട് സീറ്റുകളിലേക്ക് വരുന്നത് യാദൃശ്യമായിട്ട് വരുന്നതാണ്. അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്നെ അറിയാമായിരുന്നെങ്കിൽ കൂടെയും ഇങ്ങനെ ഒരു ലെവലിലേക്ക് ഞാൻ പോകുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല ഒരിക്കലും. ഈ ഒരു കോൺട്രവേഴ്സി അതെ, നെഗറ്റീവ് ആണ്. അത് ആ ഒരു ഷോ അങ്ങനെയാണ് നമ്മളെ പോർട്രേ ചെയ്തിരിക്കുന്നത്. കാരണം എനിക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ട്, ഒരു സ്വീറ്റ് മുഖമുണ്ടെന്ന് ആൾക്കാർക്ക് അറിയില്ല. പിന്നെ ബേസിക്കലി ഞാനൊരു ടൈപ്പ് പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. അങ്ങനെ എന്ന് വെച്ചാൽ ഇപ്പൊ മെഹർ അറിയുമ്പോൾ എനിക്ക് അടുത്ത സുഹൃത്തുക്കളോട് ഞാൻ എക്സ്ട്രീം ഭയങ്കര രസവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അല്ലാതെ ഇപ്പൊ നമ്മളോട് വന്നിട്ട് ഒന്ന് എൻജോയ് ചെയ്യാം, ഒന്നെങ്കിൽ വൈബ് അടിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇഴുകി ചേർന്ന് പോവില്ല. അങ്ങനെ ഒരു റഫ്നെസ് ചിലപ്പോൾ എന്നെ ഉണ്ടായിരിക്കാം. മേ ബി എന്റെ സൗണ്ട് ഒക്കെ കൊണ്ടായിരിക്കാം തോന്നുന്നത്. അതെ, ഞാൻ ഫസ്റ്റ് ചേച്ചിനെ കണ്ടത് എനിക്ക് തോന്നുന്നു ചേച്ചി ഫസ്റ്റ് എടുത്തത് ഷിയാസ് കരീമിന്റെ ഒരു അതാണ് എന്റെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചേച്ചിനെ കാണുന്നത്. ഫസ്റ്റ് മില്യൺ അതെ, ഫസ്റ്റ് മില്യൺ വരുന്നത് 3 മില്യൺ അടിച്ചു ആദ്യം ഫസ്റ്റ് എടുത്ത ഇന്റർവ്യൂ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചേച്ചിനെ ഫസ്റ്റ് കാണുന്നത്. അപ്പം എനിക്ക് അത് ആരും അയച്ചു തന്നിട്ടാണ്, നിങ്ങളുടെ ചാനലിലുള്ള ആങ്കർ അല്ലേ ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ചേച്ചിനെ മുന്നേ കണ്ടിട്ടില്ല, ഞാൻ ചേച്ചിയുടെ സംസാരിച്ചിട്ടില്ല, എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഫസ്റ്റ് അത് കാണുമ്പോൾ നമ്മൾ ഓർക്കൂലോ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അന്ന് കാണുമ്പോൾ നിനക്ക് അറിയായിരുന്നോ? ഞാൻ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. ഞാനപ്പോ ചേച്ചി ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോ ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ എങ്ങനെ പോയി സംസാരിക്കുക എന്ന് വെച്ചാൽ ഇനിയിപ്പം ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ട് ഇപ്പൊ എന്റെ അടുത്ത് ചാടിക്കയറി എന്തെങ്കിലും പറഞ്ഞാലോ പേടിച്ചിട്ടാ. പക്ഷെ ഞാൻ അവിടെ ഇരുന്നപ്പോ ചേച്ചി തന്നെ എന്റെ അടുത്ത് സംസാരിച്ചു. ഞാൻ വന്ന് സംസാരിച്ചു. ഇന്റർവ്യൂവിന് വന്നതാണോ, ഇന്റർവ്യൂ എടുക്കാൻ വന്നതാണോ, വിളിച്ചിട്ട് വന്നതാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം എന്നെ എത്ര നാളെ ഇവിടെ കയറി അങ്ങനെ കുറച്ച് കുശലങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ഫസ്റ്റ് കോൺവെർസേഷൻ കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ചേച്ചിനെ പറ്റിയുള്ള ആ ഒരു എന്റെ മനസ്സിലൊരു പിക്ചർ ഉണ്ടായിരുന്നില്ല. അത് കംപ്ലീറ്റ്ലി മാറി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇത്രയും ആയിട്ടുള്ള ഒരാളെ എങ്ങനെയാണ് അത്രയും എന്താണ് ഹോട്ട് സീറ്റിൽ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അങ്ങനെ പാവായിട്ട് നിനക്ക് തോന്നുന്നു. ബേസിക്കലി ഒരു പാവാട്ടോ. അല്ല, എന്റെ അടുത്ത് ചോദിക്കുന്ന ആരെന്റെ അടുത്ത് ചോദിച്ചാലും ഞാൻ പറയും ആ ചേച്ചി ഭയങ്കര പാവാണ്. എനിക്ക് ചിലപ്പോ ആ ഷോയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. പക്ഷെ ശരിക്കും എനിക്കതൊന്നും ശാരിക ചേച്ചി ഭയങ്കര പാവാന്ന് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പൊ അത് അന്ന് മെഹറിനെ ഞാൻ കാണുമ്പോഴത്തേക്ക് ഞാൻ എന്റെ തുടക്കമായിരുന്നു. എന്റെ തുടക്കം 1 ഇയർ കുറച്ച് നാളായിട്ടുള്ളൂ. 1.5 ഇയർ ആയി അന്ന് എനിക്ക് തോന്നുന്നു. ഒരു മെയിലാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് 2024 എന്റെ ഓർമ്മ. യെസ്. അപ്പൊ ഒരു നല്ല മഴയുള്ള ഒരു ദിവസം നമ്മുടെ ഇടപ്പള്ളി വെച്ചിട്ട് ഒരു ഹോട്ടലിന്റെ റിസപ്ഷൻ നമ്മൾ കാണുന്നതായിട്ട് ഓർക്കുന്നു. അന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലെ എനിക്കൊന്ന് ബിഗ് ബോസ് സീസൺ എന്ന സമയമായിരുന്നു. അന്ന് അതൊരു കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ സമയമായിരുന്നു. അവര് ഇതുപോലെ അന്നത്തെ കണ്ടസ്റ്റൻസിനെ കുറിച്ച് ഒരു വശം അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നു കൊണ്ട് തർക്കിക്കുക. ആ ഒരു കാര്യത്തിനാണ് ഞാൻ തർക്കമൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ മെഹറിനെ സംബന്ധിച്ച് തർക്കിച്ച് കഴിഞ്ഞാൽ മെഹർ കരയും. അതുകൊണ്ട് മെഹർ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മെഹർ മാറിയിരുന്നു. എന്നെ ശരിക്കും ആ ഒരു ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. പക്ഷെ എനിക്ക് അങ്ങനത്തെ എനിക്ക് കോൺട്രവേഴ്സി അങ്ങനത്തെ ഒരു സംഭവങ്ങൾ എനിക്ക് പറ്റത്തേ ഇല്ല. ഞാൻ ശരിക്കും ഇങ്ങനെ അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിക്കും എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. എനിക്ക് ഒട്ടും പറ്റത്തില്ല അങ്ങനെ. അപ്പൊ കോൺട്രവേഴ്സിയിലായിട്ടാണ് അങ്ങനെ കോൺട്രവേഴ്സി ആക്കാനാണ് അവരെന്നെ വിളിക്കുന്നത്. പിന്നെ അത് ആ സീസണും അങ്ങനെ ഈ ഒരു കോൺട്രവേഴ്സി കൊണ്ട് എനിക്കൊന്ന് കുറെ കണ്ടസ്റ്റൻസ് അങ്ങനെ ഞാനും ഉൾപ്പെടെ ആ കണ്ടസ്റ്റന്റിനോടൊപ്പം ഞാനും അങ്ങ് ഇച്ചിരി കത്തിപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആവേശത്തിന്റെ ആളാണ് എപ്പോഴും. തർക്കിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തർക്കിക്കും നന്നായിട്ട്. ആരോഗ്യപരമായിട്ട് തർക്കിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ചേച്ചിക്ക് ഇത് വരെ ഉണ്ടായിരുന്ന ബിഗ് ബോസ് സീസണിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു 7 സീസൺ കഴിഞ്ഞാൽ അല്ല 6 സീസൺ കഴിഞ്ഞു. 6 സീസണിൽ ഈ 6 സീസണിൽ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ചോദിച്ചാൽ ആരായിരിക്കും പറയാം? അഖിൽമാര മൈ ഫേവറേറ്റ്. പിന്നെ എനിക്ക് ജാസ്മിനെ ഇഷ്ടമാണ്. കഴിഞ്ഞ സീസണിൽ ആരാണെന്ന് വെച്ചാൽ എനിക്ക് ജാസ്മിനെ ഇഷ്ടം. ജാസ്മിൻ ജയിക്കണമെന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ 5ഉം 6ഉം സീസൺ 5 ഒരു പകുതിയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. 6 ഞാൻ ഫുള്ള് കണ്ടൊരു സീസണാണ്. എങ്കിലും ഭയങ്കര കീൻ വാച്ചർ ഒന്നുമല്ല. എങ്കിലും ഈ 1 അവർ നമ്മൾ ടി വിയിൽ വരുന്ന സമയത്ത് നമ്മളിരുന്ന് കാണും. അല്ലാതെ ഞാൻ ഹോട്ട്സ്റ്റാറിലൊന്നും ഇരുന്ന് അങ്ങനെ കാണാറില്ലായിരുന്നു. പക്ഷെ ഈ ജാസ്മിന്റെ കേസിൽ എനിക്ക് ജാസ്മിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർ ജെനുവിനായിട്ട് കളിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് കപ്പടി
കപ്പടിക്കേണ്ടതായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്രാവശ്യം കപ്പടിച്ച ആൾ അതിന് അർഹനല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കുറെ കൂടെ എല്ലാവരും പറയും, ഇപ്പൊ എന്റെ വീട്ടിൽ അദ്ദേഹത്തിന് ഫാനുണ്ട്, പിന്നെ ടൈറ്റിൽ വിന്നർക്ക് ഫാൻസ് ഉണ്ട്, അദ്ദേഹം കപ്പടിക്കണമെന്ന് തന്നെ. പക്ഷെ എനിക്ക് എന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമായിട്ടോ, അഭിപ്രായത്തിൽ ജാസ്മിൻ കപ്പടിക്കാൻ പറ്റുന്ന ആൾക്കാരോട് ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ സീസൺ കുറെ കൂടെ രസമായിരുന്നു. കോൺട്രവേഴ്സിയാണ്, വഴക്കും ബഹളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ തോന്നും. നമ്മളൊരു ഹാളിലൂടെ പാസ് ചെയ്ത് ടി വി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ ഒന്ന് നോക്കും. അത്രയും ബഹളമയമായിരുന്നു ആ സീസൺ 6 എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാന്ന് രണ്ടുപേരുണ്ട്. ഒന്ന് അഖിൽ മാരാർ, അദ്ദേഹത്തെ ഇപ്പോഴും ഇഷ്ടമാണ്. ചില അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഒഴിച്ചാൽ എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരിക്കൽ നേരിട്ട് കണ്ട് ബിഗ് ബോസ് സിജോയുടെ കല്യാണത്തിന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, നേരിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടാവും അറിയില്ല. എന്നോട് ചോദിച്ചു, നീയാണല്ലേ ആൾക്കാരെ എഴുതി പൊരിക്കുന്നത്, അപ്പൊ നീ നാട്ടുകാരിയാണെന്നൊക്കെ എന്നോട് ചോദിച്ചു. പിന്നെ ജാസ്മിനെ കണ്ടിട്ടുണ്ട്. ജാസ്മിൻ ഒരു നല്ല സോളാണ്, നൈസ് ഹ്യൂമൻ ബീങ്. അവരും നേരിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അവർ നല്ല മത്സരാർത്ഥിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതെച്ചാൽ ആ ഒരു സീസൺ 6ന്റെ തന്നെ ഒരു കോർണർ എന്ന് പറഞ്ഞാൽ കോർണർ ചെയ്തിരുന്നത് ജാസ്മിനെയാണ്. ജാസ്മിനിലൂടെയാണ് ആ സീസൺ 6 അറിയപ്പെടുന്നത്. ടൈറ്റിൽ വിന്നറെ പോലും അറിയപ്പെടുന്നില്ലെന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. പിന്നെ അതിൽ കുറച്ച് കണ്ടസ്റ്റൻസ് ഒക്കെ എന്റെ ഫ്രണ്ടാണ്, സിജോ ഒക്കെ എന്റെ ഫ്രണ്ട്സ് ആണ് അല്ലേ. അപ്പം ഞാൻ ചേച്ചിനെ പരിചയപ്പെട്ട സമയം തൊട്ട് ഞാൻ കേട്ടിട്ടുള്ള ചേച്ചിക്ക് ബിഗ് ബോസിൽ പോകുന്നത് ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് ഇഷ്ടമാണ് ബിഗ് ബോസിൽ പോകുന്നത്. അത് ഒരു ആഗ്രഹം തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, എനിക്ക് തോന്നാൻ കാര്യം ബിഗ് ബോസ് സീസണിലൊന്നും ഒരു പവർഫുൾ ലേഡി വിന്നർ വന്നിട്ടില്ല. ഞാൻ കയറിയ വിന്നർ ആവണമെന്നാണ് എന്റെ ആഗ്രഹം. നടക്കോ ഇല്ലെന്നൊന്നും അറിയില്ല. എങ്കിലും നിലപാടുകൾ അറിയിച്ച്, അതായത് ഒരു പുരുഷനോടോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരോടോ നിലപാടുകൾ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന സ്ത്രീ കണ്ടസ്റ്റൻസ് അതിനകത്ത് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒന്നെങ്കിൽ അവരെ ഒതുക്കും, കണ്ടസ്റ്റൻസിന്റെ കാര്യം തന്നെ ഞാൻ പറയുന്നത്, ഒന്നെങ്കിൽ അവരെ ഒതുക്കി മൂലയ്ക്ക് മാറ്റും, അല്ലെങ്കിൽ അവർ കരയും, അല്ലെങ്കിൽ അവർ എന്താ പറയുക മറ്റേ കാർഡ് ഇറക്കുമല്ലോ, എന്തോ അതിനൊരു പേര് പറയുമല്ലോ, ജെൻഡർ കാർഡോ അല്ലെങ്കിൽ സ്ത്രീ എന്നുള്ളൊരു കാർഡൊക്കെ ഇറക്കി അവർ വേറെ ഒരു തലത്തിലേക്ക് പോകും. മറിച്ച് അടിച്ചടിച്ച് നിൽക്കുന്ന സ്ത്രീകൾ എനിക്ക് തോന്നുന്നില്ല ഒരു സീസണിൽ വന്നിട്ടില്ല. അങ്ങനെ അടിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കണം എന്നത്, അല്ലെങ്കിൽ ഒരു സ്ത്രീ പോട്ടെ ഒരു കണ്ടസ്റ്റന്റ് ആയിരിക്കണം, ജെൻഡർ ഇല്ലാതെ. അപ്പൊ എത്ര ജെൻഡർ ഇല്ലെന്ന് നമ്മൾ പറഞ്ഞാലും മെഹറിനകത്ത് വയ്ക്കുമ്പോൾ അവളൊരു സ്ത്രീ അല്ലേ, അവൾ എത്ര പറ്റും, ഇതൊരു പുരുഷന്റെ കളിയാണെന്നൊക്കെ പലരും പറഞ്ഞാൽ കണ്ടിട്ടുണ്ട്. മെയിൽ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നേരത്തെയൊക്കെ. പക്ഷെ നേരിട്ട് അതിനകത്ത് അതുകൊണ്ട് തന്നെ ആ ഷോയിൽ ഒന്ന് നേരിട്ട് കയറണമെന്നും എനിക്ക് ഒരു 2 വർഷം മുമ്പ് ഈ ഷോയോട് ഭയങ്കര പുച്ഛവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തിന് വേറെ പണിയില്ല ചുമ്മാ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു 5ാമത്തെ സീസൺ, അഖിൽമാരാരുടെ സീസൺ തൊട്ട് ഞാൻ കാണാൻ തുടങ്ങിയപ്പോൾ ഉറപ്പായിട്ടും ഇതിലൊന്ന് പോകണം, ഒന്ന് പോയി അവിടെ ഒന്ന് കിടന്ന് വരകണം. അവിടെ പോയി കഴിഞ്ഞാൽ ചേച്ചി എങ്ങനെയായിരിക്കും? ചേച്ചി ഇപ്പം ഞാനായിട്ട് തന്നെ ആയിരിക്കും, അതിലൊരു സംശയം. ഒരുപാട് പേര് നമ്മളോട് പറയും, ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോടല്ല, ഇങ്ങനെ ഈ കണ്ടസ്റ്റൻസിനോട് ഇങ്ങനെ ഉപദേശം കൊടുക്കുന്ന ഉപദേശികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഉപദേശിക്കുന്നത് നമ്മൾ പുച്ഛിക്കുമല്ല, അവർ നമ്മളോടുള്ള കൺസേൺ കൊണ്ടോ അല്ലെങ്കിൽ പോകാനുള്ള, നീ അങ്ങനെ പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, അതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം അതിലൊന്ന് കാണണം, കണ്ടുപഠിക്കണം, എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തണം. ഇതൊക്കെ എനിക്ക് ടെൻഷനാണ്. ബിക്കോസ് ഞാനൊരു ഇന്റർവ്യൂ എടുക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാനിപ്പോൾ മെഹറിനെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നതെങ്കിൽ ഞാൻ മെഹറിനെ കുറിച്ച് പഠിക്കും, മെഹറിനെ ഇന്റർവ്യൂസ് പഠിക്കും, മെഹറിനെ ഇന്റർവ്യൂസ് ഒന്ന് കാണും. പക്ഷെ ഞാനൊന്നും പ്രിപ്പയർ നോട്ട്സ് ആക്കത്തില്ല, എനിക്ക് നോട്ട്സ് ആക്കി ചെയ്യാൻ പറ്റില്ല. മെഹറിനെ കുറിച്ച് പറഞ്ഞിട്ട് മെഹറിന്റെ മുമ്പിലെ കൊണ്ട് എന്നെ ഇരുത്തുമല്ലോ, അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്റെ മനസ്സിലുണ്ട്. അതിൽ നിന്ന് മെഹർ തിരിച്ച് എന്താണോ പറയുന്നത് അതിൽ കയറിയാൽ ഞാൻ പിടിക്കുന്നത്. അതുകൊണ്ടാണ് കോൺട്രവേഴ്സി ആക്കാൻ എനിക്ക് പറ്റും. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് സ്ക്രിപ്റ്റ് ഷോസ് ചെയ്യാൻ പറ്റില്ല. സ്ക്രിപ്റ്റ് ഷോസ് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ഞാൻ ഒരു അവലോകനം നടത്തുന്നതല്ലാതെ അവർ പറയുന്ന പടിയിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ ഏത് പ്ലാറ്റ്ഫോമിൽ പോയാലും ഞാനോട് പറയും, നിങ്ങളുടെ രീതിക്ക് എനിക്ക് കളിക്കാൻ പറ്റില്ല. എന്റെ രീതിക്ക് ഈ ഷോ സക്സസ് ആണെങ്കിൽ എന്റെ രീതിക്ക് എന്നെ വിട്ടു തരണം, എന്നാൽ മാത്രമേ എനിക്ക് കളിക്കാം. അത് 100% ആയിട്ട് ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ മറ്റേ ഹോട്ട് സീറ്റ് പോലുള്ള സാധനങ്ങളിൽ പോയിരുന്നിട്ട് 100% ആ ഷോ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അതിൽ എനിക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ ഫാമിലിക്ക് പ്രശ്നങ്ങൾ, ഫാമിലിയോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്ന ആളല്ല, ഞാൻ എന്നെ ലവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എന്റെ ഫാമിലിക്ക് അത് പ്രശ്നമാക്കേണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ ഫാമിലിയുള്ള ഒരുപാട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ, ഗുരുക്കന്മാർ, പിന്നെ നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ വിളിച്ച് മെയിലൊക്കെ അയച്ചു ചോദിച്ചിട്ടുണ്ട്, എന്താ നിനക്ക് എന്തിനാണ് നീ ഇങ്ങനെ ഒരുപാട് ചെയ്യുന്നത്, മനഃപൂർവ്വമാണോ സ്ക്രിപ്റ്റ്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഒരു ഷോ ഡിമാൻഡ് ചെയ്യുന്നത് എന്തോ അത് എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ഐ വിൽ ഗോ ദാറ്റ് എക്സ്റ്റെൻഡ് എന്നാണ്. അതാണ് എൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. അത് ഞാൻ ബിഗ് ബോസിൽ കിട്ടുവാണെങ്കിൽ ഞാൻ അത് ചെയ്തിരിക്കും. കാരണം പക്ഷെ അത് ഞാനായിട്ട് ചെയ്യുള്ളൂ, ഞാൻ അവിടെ അഭിനയിക്കുന്നില്ല. ഇപ്പം ഞാൻ ഹോട്ട് സീറ്റിൽ നിന്ന് ഞാൻ അഭിനയിക്കുകയല്ല, ഞാൻ അവരോട് അതേ ക്ഷോഭത്തോടു കൂടി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഗൗരവം വരുമല്ലോ, നമ്മൾ അങ്ങനെയുള്ള അവർ തിരിച്ചിങ്ങോട്ട് ചോദിക്കും, അപ്പോൾ അവരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി എനിക്കത് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ ബിഗ് ബോസിൽ എനിക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിലും ഞാൻ ഉറപ്പായിട്ടും ഞാനായിട്ട് നിൽക്കും. എനിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ഞാനായിട്ട് നിൽക്കുന്നതിനായിരിക്കണമെന്ന് മാത്രമേ എനിക്ക് റിക്വസ്റ്റ് ഉള്ളൂ. പലരും എന്നോട് പറയുന്നുണ്ട്, ഒരു ചാടിക്കടിക്കാൻ പോകരുത്, നോമിനേഷനിൽ വരും, അല്ലെങ്കിൽ ദേഷ്യപ്പെടരുത്, പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത് എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ മറ്റേ കൂടാരത്തിനകത്ത് നിന്നുകൊണ്ടൊരു കളി കളിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് എന്താണോ അവിടെ ശരിയാണെന്ന് തോന്നുന്നത് നമ്മൾ ചിന്തിക്കുമല്ലോ, എന്തായാലും നമുക്കൊരു ചിന്ത വരും. അത് വേണമെന്ന് ചിന്തിച്ച് ചെയ്യണമെന്നുണ്ട് എങ്കിൽ പോലും ഭയങ്കര പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് നോമിനേഷൻ ലിസ്റ്റിൽ വരല്ലേ എന്നും പറഞ്ഞ് മോനെ അങ്ങനെ ചെയ്ത് ശരിയായില്ല കേട്ടോ അങ്ങനെയൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഞാൻ എന്തായാലും നീ ചെയ്ത് ശരിയായില്ലടാ എന്ന് തന്നെ പറയും. അപ്പോൾ ഞാൻ ജെനുവിനായിട്ട് നിൽക്കുന്നതിന് മാത്രം ജനങ്ങൾ എന്നെ വോട്ട് ചെയ്താൽ മതി. 10 ദിവസമായാലും 100 ദിവസമായാലും ഇറങ്ങുമ്പോൾ
അല്ലെങ്കിൽ എന്ത് തന്നെ ഇറങ്ങുമ്പോൾ ബിഗ് ബോസ് താരമായിട്ട് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ അത് ശാരികയായിട്ട് കളിച്ചോണ്ടാ ജയിച്ചെന്ന് പറയണം. അല്ല നീ മറ്റേ മോഹം കാണിച്ചില്ലേടി അവിടെ നിന്ന് ചോദിക്കരുത്. അതാണ് എന്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ നോമിനേഷനിലൊക്കെ വന്നാൽ നമുക്ക് ഓഡിയൻസിന് നമ്മളെ പറ്റിയുള്ളൊരു ഇത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നോമിനേഷന് വരുന്നെങ്കിൽ അത് ചിലവർ എന്നോട് പറഞ്ഞു നോമിനേഷനിലൊക്കെ നമ്മൾ വരിക എന്ന് പറയുമ്പോൾ അത് ഒന്നെങ്കിൽ നിന്നെ പേടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഈ എന്തായാലും എന്റെ ഒരു സ്വഭാവം ഞാൻ അവിടെ കോർണർ ചെയ്യപ്പെടും. ചൊറിയാൻ സ്വഭാവം എന്നെ ആരെങ്കിലും ഒക്കെ ചൊറിയാൻ വരുമല്ലോ. അപ്പോൾ നോമിനേഷൻ ചെയ്യപ്പെട്ടോട്ടെ, അതിൽ എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷേ നോമിനേഷൻ ചെയ്യുമ്പോൾ ജനങ്ങൾ ചിന്തിക്കണം ഇവളാണ് ശരി, ഇവള് ചെയ്ത് ശരിയാണ് എന്ന് പറഞ്ഞ് വോട്ടുകൾ എനിക്ക് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്റെ ആഗ്രഹമാണ്. പക്ഷെ അവിടെ ജനുവായിട്ട് കളിച്ചവർക്കൊക്കെ എത്രമാത്രം പ്രാധാന്യം കിട്ടണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി എന്തായാലും കളത്തിൽ ഇറങ്ങിയാലേ കളി കളിക്കാൻ പറ്റത്തുള്ളൂ. നോക്കാം, ലെറ്റ്സ് സീ.